ഇനി ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറുകളിലൊന്നായി ടാറ്റ നെക്സോൺ കുതിപ്പ് തുടരുന്നു. പെട്രോൾ, ഡീസൽ, CNG, EV എന്നിങ്ങനെ ഒന്നിലധികം ഫ്യൂൽ ഓപ്ഷനുകളിൽ വാങ്ങാനാകുന്ന അപൂർവ SUVകളിൽ ഒന്നാണ് നെക്സോൺ. ഇന്ത്യയിലെ സബ് 4 മീറ്റർ കോമ്പാക്ട് SUV വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന മോഡലായ നെക്സോൺ വിപണിയിലെത്തിയിട്ട് ഏറെക്കാലമായെങ്കിലും ഇന്നും ചൂടപ്പം പോലെയാണ് വിറ്റഴിയുന്നത്. ഡിസയറിനോടും പഞ്ചിനോടും മത്സരിച്ച ഒന്നാം സ്ഥാനം പലതവണ നഷ്ടപ്പെട്ടുവെങ്കിലും ഇവർക്ക് പിന്നിലെ സ്ഥിരം സാന്നിധ്യമാണ് ടാറ്റ നെക്സോൺ. കഴിഞ്ഞ മാസം രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിയപ്പെട്ട കാറുകളുടെ പട്ടികയിൽ നെക്സോൺ 5ാം സ്ഥാനത്താണ്. 2026 മെയ് മാസത്തിൽ നെക്സോണിന്റെ 19,100 യൂണിറ്റുകളാണ് ടാറ്റ മോട്ടോഴ്സ് നിരത്തിലെത്തിച്ചത്. 2025 മെയ് മാസവുമായി താരതമ്യം ചെയ്യുമ്പോൾ വാർഷിക വിൽപ്പനയിൽ നെക്സോണിന് 46% വർധനവാണ് ഉണ്ടായത്. മാരുതി ഡിസയർ, മാരുതി ഫ്രോങ്സ്, മാരുതി എർട്ടിഗ, ടാറ്റ പഞ്ച് തുടങ്ങിയ മോഡലുകളാണ് കഴിഞ്ഞ മാസം നെക്സോണിനേക്കാളും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളത്. പെട്രോൾ, ഡീസൽ, CNG, EV എന്നിങ്ങനെ ഒന്നിലധികം ഫ്യൂവൽ ഓപ്ഷനുകളിൽ വാങ്ങാനാവുന്ന അപൂർവ SUVകളിൽ ഒന്നുകൂടിയാണിത്. മികച്ച നിർമ്മാണ നിലവാരം, സേഫ്റ്റി, ഡിസൈൻ, മോഡേൺ ഫീച്ചറുകൾ, കുറഞ്ഞ വില എന്നിവയും ഇതിന്റെ പ്രത്യേകതകളാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ജനപ്രിയ ആപ്പായ ഇൻസ്റ്റഗ്രാമിലെ പണമടച്ചുള്ള പുതിയ സേവനമായ ഇൻസ്റ്റഗ്രാം പ്ലസ് ഇന്ത്യയിൽ അവതരിപ്പിച്ചു. പ്രതിമാസം 299 രൂപ നിരക്കിലാണ് ഈ പുതിയ സേവനം ഇന്ത്യയിലെ ഉപയോക്താക്കൾക്ക് ലഭ്യമാവുക. സാധാരണ ഉപയോക്താക്കൾക്ക് ലഭിക്കാത്ത കൂടുതൽ ഫീച്ചറുകളും നിയന്ത്രണങ്ങളും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഓപ്ഷണൽ അപ്ഗ്രേഡായാണ് ഇൻസ്റ്റഗ്രാം പ്ലസ് ഒരുക്കിയത്. ഇൻസ്റ്റഗ്രാം സ്റ്റോറികളിലാണ് ഈ പുതിയ പ്ലാൻ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സ്റ്റോറികൾ ആരെല്ലാം വീണ്ടും കണ്ടു എന്നറിയാനും പരിധിയില്ലാത്ത സ്റ്റോറി ഓഡിയൻസ് ലിസ്റ്റുകൾ ഉണ്ടാക്കാനും വ്യൂവർ ലിസ്റ്റിൽ വരാതെ തന്നെ മറ്റുള്ളവരുടെ സ്റ്റോറികൾ രഹസ്യമായി കാണാനും വരിക്കാർക്ക് സാധിക്കും. നിലവിലെ 24 മണിക്കൂർ എന്ന സമയപരിധിക്ക് പകരം സ്റ്റോറികൾ 48 മണിക്കൂർ വരെ നിലനിർത്താം. കൂടുതൽ ശ്രദ്ധ ലഭിക്കുന്നതിനായി ആഴ്ചയിൽ ഒരു സ്റ്റോറി സ്പോട്ട്ലൈറ്റ് ചെയ്യാനും ഈ പ്ലാൻ അനുവദിക്കുന്നു. സ്റ്റോറികൾക്ക് പുറമെ മറ്റ് പല ആകർഷകമായ ഫീച്ചറുകളും മെറ്റ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉപയോക്താക്കൾക്ക് ആനിമേറ്റഡ് സൂപ്പർ ഹാർട്ട് റിയാക്ഷനുകൾ, കസ്റ്റം ആപ്പ് ഐക്കണുകൾ, ബയോയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക ഫോണ്ടുകൾ എന്നിവ ലഭ്യമാകും. പ്രൊഫൈലിൽ 6 പോസ്റ്റുകൾ വരെ പിൻ ചെയ്യാനുള്ള ഓപ്ഷനും വരിക്കാർക്ക് ലഭിക്കും. ഇൻസ്റ്റഗ്രാം ആപ്പ് വഴി നേരിട്ട് 299 രൂപ നൽകി ഈ പുതിയ പ്ലാൻ സ്വന്തമാക്കാം. ഇൻസ്റ്റഗ്രാം പ്ലസിൽ കൂടുതൽ പുതിയ ഫീച്ചറുകൾ ഉൾപ്പെടുത്താനും മെറ്റ പദ്ധതിയിടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. OnePlusന്റെ ഭാവി ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണുകളിൽ വൻ മാറ്റങ്ങൾ വരുന്നു. ഉയർന്ന റെസല്യൂഷനേക്കാൾ ഡിസ്പ്ലേകളുടെ റിഫ്രഷ് റേറ്റ് വർദ്ധിപ്പിക്കാനാണ് കമ്പനി മുൻഗണനയെന്ന റിപ്പോർട്ടുകൾ. ഭാവി ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണുകളിൽ 2K ഡിസ്പ്ലേയും 240 Hz റീഫ്രഷ് റേറ്റ് വരെ കൊണ്ടുവരാനാണ് കമ്പനിയുടെ നീക്കം. നിലവിലുള്ള OnePlus 15 ഫോണുകളിൽ 1.5K OLED ഡിസ്പ്ലേയും 165 Hz റീഫ്രഷ് റേറ്റുമാണുള്ളത്. ഉടൻ പുറത്തിറക്കാനിരിക്കുന്ന OnePlus 16 മോഡലുകളിൽ റെസല്യൂഷൻ 1.5K ആയി നിലനിർത്തിക്കൊണ്ട് റീഫ്രഷ് റേറ്റ് 185 Hz ആയി ഉയർത്തിയേക്കും. എന്നാൽ വരും വർഷങ്ങളിലാണ് ഇത് 240 Hz ഡിസ്പ്ലേ പാനലുകളിലേക്ക് എത്തിക്കാൻ കമ്പനി ലക്ഷ്യമിടുന്നത്. ബാറ്ററി ലൈഫിനെയും ഫോണിന്റെ പ്രവർത്തനക്ഷമതയും ബാധിക്കാതെ 2K ഡിസ്പ്ലേകളിൽ ഇത്രയും ഉയർന്ന റീഫ്രഷ് റേറ്റ് നൽകാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉയർന്ന റെസല്യൂഷനുള്ള 2K പാനലുകളെക്കാൾ വേഗതയേറിയ 1.5K പാനലുകൾക്കായിരിക്കും കമ്പനി ഇപ്പോൾ മുൻഗണന നൽകുക. ഭാവിയിൽ ഇതിന് മാറ്റം വരും. സാധാരണ ആവശ്യങ്ങൾക്ക് 120 Hz ഡിസ്പ്ലേ തന്നെ മികച്ച അനുഭവം നൽകാറുണ്ട്. എന്നാൽ 185 Hz, 240 Hz പോലുള്ള ഉയർന്ന റീഫ്രഷ് റേറ്റുകൾ വരുന്നത് ഹെവി ഗെയിമിംഗ് നടത്തുന്നവർക്കും മികച്ച വിഷ്വലുകൾ ആസ്വദിക്കുന്നവർക്കും വലിയ ദൃശ്യവിരുന്നായിരിക്കും സമ്മാനിക്കുക. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.